ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂഡ് ടാറ്റഡിങ് ബൈ അമ്മോ. സോ എൻ്റെ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും പറഞ്ഞ ചാനൽ റീഡിംഗ് ആണ്. അതുപോലെ തന്നെ അത് പേഴ്സൺ ഓൺ യുവർ മൈൻഡ്, അവരുടെ കറണ്ട് എനർജി എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എത്രത്തോളം വേണ്ട അല്ലെങ്കിൽ കുറച്ച് ബ്രേക്ക് എടുക്കുക എന്ന് നിന്നാലും ലാസ്റ്റ് സജഷൻ വരുന്ന സമയത്ത് മൈൻഡ് പറയുന്നത് എപ്പോഴും ഈ ഒരു ടോപ്പിക്ക് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, സോ നമുക്ക് ചെയ്യാം. ദ കറണ്ട് ഫീലിംഗ്. അതിന് മുന്നേ നമുക്ക് മെസ്സേജസ് എന്താണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കുള്ള മെസ്സേജസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നിൽ എപ്പോഴും പറഞ്ഞ പോലെ ചാനൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ചാനൽ റീഡിംഗ് ബേസ് ചെയ്ത് ആക്ഷൻ എടുക്കരുത്. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് ചിന്തിക്കുക കേട്ടോ. പ്ലീസ് ഗൈഡ് മീ, വാട്ട് ഈസ് ദ മെസ്സേജ് about this flirt? Okay, റീകൺസിലേഷൻ. മേ ബി എനിക്ക് തോന്നുന്നു ആ ഒരു പേഴ്സൺ ഇവിടെ ഒരുപാട് ഫ്ലേട്ടിങ് എനർജിയാണ് ഉള്ളത്. കാരണം എന്ന് പറയുന്നത് ഒരു കമ്മിറ്റ്മെൻറ്റ് എന്നുള്ളതിനേക്കാൾ ചിന്തിക്കുക എന്നുള്ളതിനേക്കാൾ കൂടുതൽ ആ ഒരു വ്യക്തി ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ഇവിടെ നിങ്ങളുടെ ഇടയ്ക്ക് ഒരുപാട് അട്രാക്ഷൻ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ അത് റീകൺസിലേഷൻ കാർഡ് അതുകൊണ്ട് തന്നെ പറയുകയാണ്, നിങ്ങളുടെ ഓർമ്മകൾ ആ ഒരു വ്യക്തിക്കുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു അഡിക്ഷൻ, അട്രാക്ഷൻ ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ആ ഒരു വ്യക്തിയുടെ എനർജി പ്രകാരം എന്ന് പറയുന്നത് കൂടുതലായിട്ടും എനിക്ക് ഫീൽ ചെയ്യുന്നത് ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ടോക്ക്, അതുപോലെ തന്നെ നിങ്ങളെ കാണാൻ പറ്റുക, അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് എന്നുള്ളതാണ്. ബട്ട് ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ ഇവിടെ നിങ്ങളോട് അട്രാക്ഷൻ ഉള്ളതായിട്ടാണ് കാണിക്കുന്നത്. ലെറ്റ് മീ ക്ലാരിഫൈ. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ. റീകൺസിലേഷനെ കുറിച്ച് വീണ്ടും ഈ ഒരു റിലേഷൻഷിപ്പ് തുടങ്ങാനൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ദ ഹാങ്ഡ് മാൻ. ഓക്കെ, why the hanged man? The seven of pentacles, the fool card, bottom of the deck, the two of cups. Okay, I got it. ഇവിടെ ഈ ഒരു വ്യക്തിയുടെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് വ്യക്തിയായിട്ടൊന്നും ചെയ്യാൻ ആഗ്രഹിക്കാതെ എഫേർട്ട് എടുക്കാതെ നിങ്ങളായിട്ട് വരണം എന്നുള്ള രീതിയിലാണ് ആഗ്രഹിക്കുന്നത്. വീണ്ടും വീണ്ടും കുറച്ചൊരു ലേസിനെസ് ആയിട്ടുള്ള ഒരു എനർജിയാണ്, കുറച്ച് മടിയൊക്കെ ഉള്ള ഒരു കൂട്ടത്തിലാണ്. അല്ലെങ്കിൽ അത് വർക്ക് ചെയ്താലും അല്ലെങ്കിൽ എന്താവും എന്നറിയാൻ പറ്റാത്തൊരു സാഹചര്യം ആ ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഇതൊരു റീകണക്ഷനാണ് അല്ലെങ്കിൽ റീകൺസിലിയേഷൻ തന്നെയാണ് എന്നുള്ള രീതിയിൽ പറയാവുന്നതാണ്. കാരണം ആ ഒരു വ്യക്തിക്ക് എപ്പോഴും ടു ഓഫ് കപ്സ് ഇവിടെ കെമിസ്ട്രി കാർഡും നമുക്ക് കിട്ടുന്നത്. ഈ ഒരു രണ്ട് കാർഡ്സ് നമ്മളോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു വ്യക്തിക്ക് ആ ഉള്ളിലുള്ള ആ ഒരു അഡിക്ഷനോ അല്ലെങ്കിൽ ആ ഒരു ഓർമ്മയിൽ നിന്ന് മാറ്റാനോ പറ്റുന്നില്ല. ആ ഒരു വ്യക്തിക്ക് മേ ബി നിങ്ങളോടുള്ള ഒരു ഇൻറ്റിമസി എന്നുള്ളതാണ് ഒരുപാട് ആൾക്കാർ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി ഒറ്റപ്പെട്ടിരിക്കുന്ന സമയത്ത് കൂടുതൽ ടൈം നിങ്ങളായിട്ടായിരിക്കാം ആ ഒരു പേഴ്സണെ ആശ്വസിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവുക. അവിടെ ഈ ഒരു കണക്ഷൻ ആ ഒരു വ്യക്തി വീണ്ടും വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ട് ദ ന്യൂ ബിഗിനിങ് എന്നുള്ള ഫുൾ കാർഡ്, അതായത് എന്ത് തന്നെ വന്നാലും വീണ്ടും ഒരു തുടക്കം വേണം എന്നുള്ള രീതിയിൽ ആഗ്രഹിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ബട്ട് ഇവിടെ ഒരു കൺഫ്യൂഷനുണ്ട് ആ ഒരു വ്യക്തിയുടെ മൈൻഡിൽ. കാരണം എഫേർട്ട് എടുത്ത് വരാതെ നിങ്ങൾ വരൂ എന്നുള്ളൊരു വെയിറ്റിംഗ് സൈനും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ആ ഒരു പേഴ്സണ് നിങ്ങളുമായിട്ടുള്ളൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട്, ഇപ്പോഴും ഓർക്കുന്നതായിട്ടാണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നത്. ലെറ്റ് മി ചെക്ക് ആ ഒരു പേഴ്സണിൻ്റെ മൈൻഡിൽ എന്താണെന്നുള്ളത്. പ്ലീസ് ക്ലാരിഫൈ മൈ യൂണിവേഴ്സ്. The Wheel of Fortune. Okay, the Three of Wands, the Two of Swords. The Two of Wands is the bottom of the deck. Okay, the Two of Swords എന്ന് പറയുന്നത് മേ ബി ഈ ഒരു വ്യക്തിയുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കൺട്രോൾ ചെയ്ത് വെച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വരുന്നതിൽ നിന്നും ആ ഒരു പേഴ്സണെ തടഞ്ഞു നിൽക്കുന്ന ഏതെങ്കിലും സാഹചര്യമോ അല്ലെങ്കിൽ വ്യക്തികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അതൊക്കെ കുറച്ച് സ്ട്രോങ് അല്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇവിടെ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ കുറേ ആൾക്കാർക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് കിട്ടും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാരണം അവരുടെ എനർജി മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് നിങ്ങളുടെ അനുകൂലത്തിൽ നിൽക്കും എന്നുള്ളതാണ്. ഒരിക്കലും കൺഫ്യൂഷനോടുകൂടി ഒരു കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ഒരു റീകൺസിലേഷൻ നിങ്ങൾ ആഗ്രഹിക്കരുത്.
പകരം പോസിറ്റീവായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എഫേർട്ട്, അതായത് അവരോട് നോ കോൺടാക്റ്റ് ഉള്ളവർ അന്നപാടും പോയി മിണ്ടുക എന്നുള്ളതല്ല. ഒരു വെയിറ്റിംഗ് പീരീഡാണ്, നല്ലൊരു ടൈമാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. കാലചക്രം അനുകൂലമായിട്ട് നിങ്ങളുടെ അടുക്ക വരുന്നു. ഒരുപാട് ആൾക്കാരുടെ പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് ഒരു കോൺടാക്റ്റ് കിട്ടാനുള്ള പോസിബിലിറ്റീസ് വളരെ കൂടുതലാണ്. ഈ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരം എന്ന് പറയുന്നത് നിങ്ങളെ നോക്കുക, നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ നിങ്ങളെക്കുറിച്ച് അറിയാൻ ശ്രമിക്കുക, പഴയ ചാറ്റൊക്കെ വായിക്കുക, നിങ്ങളുടെ വോയിസ് കോൾ അല്ലെങ്കിൽ അതൊക്കെ പ്രതീക്ഷിച്ചിരിക്കുക, അങ്ങനെയുള്ള രീതിയിൽ. കാരണം മേ ബി നിങ്ങൾ നോ കോൺടാക്റ്റിലൊക്കെ പോയിട്ട് ഒരുപാട് കാലങ്ങളോ 2 4 7 മന്ത് ഇതൊക്കെ കാണുന്നുണ്ട്. 3 മന്ത് അല്ലെങ്കിൽ കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഒരു 3 വീക്സ് കാണുന്നുണ്ട്, 7 വീക്സ് കാണുന്നുണ്ട്, 4 മന്ത്. ഇതൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് 2 കാർഡ്. 2 എന്ന് പറയുമ്പോൾ തന്നെ 2 ഏതെങ്കിലും ഒരു രീതിയിൽ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാഹചര്യമുണ്ട്. 2 നമ്പർ എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെക്കുറിച്ച് നോക്കുക, ദൂരത്തുനിന്ന് മാറി നോക്കുക, അങ്ങനെയുള്ളൊരു സാഹചര്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്, ഓർക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പേഴ്സൻ്റെ ഭാഗത്തുണ്ടായിരുന്ന മിസ്റ്റേക്കിനെ കുറിച്ച് വീണ്ടും ഇരിക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. അറ്റ് ദ സെയിം ടൈം കുറേ ആൾക്കാരെ സംബന്ധിച്ച് നിറയൊരു ഫ്ലേട്ടിങ് എനർജിയും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഒരു അത്രമേൽ സീരിയസ് അല്ലാത്ത ഈ ഒരു വ്യക്തിക്ക് ഒരു സീരിയസ്നെസ് അല്ലാത്തൊരു എനർജിയിലേക്ക് അല്ലെങ്കിൽ ആ മൊമെൻറ്റിൽ ആ ഒരു വ്യക്തിയെ നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നോർമൽ ഒരു ലൂപ്പ് പോലെ ഇവിടെ ടൈമാണ് ചോദിക്കുന്നത്. ഓക്കെ, ആ ഒരു ടൈമിനുള്ളിൽ ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നടക്കും എന്നുള്ള രീതിയിലേക്ക് ഒരുപാട് ആൾക്കാർ വിശ്വസിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് നോക്കി നോക്കാം. ഇവിടെ നിങ്ങളുടെ മൈൻഡിൽ ഇപ്പോൾ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടി ആസ് എ പേഴ്സൺ എന്നുള്ള വ്യക്തികളോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ മാരേജ് കഴിഞ്ഞ് അവരുടെ ഭാര്യ അങ്ങനെയുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഈ ഒരു വ്യക്തി മാരേജ് ഒന്നും കഴിഞ്ഞിട്ടില്ല അങ്ങനെയുള്ള രീതിയിലുള്ള പേഴ്സൺസ് ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുന്നതിലും തെറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഇഫ് യു തിങ്ക് ദിസ് ഈസ് ദ ബെസ്റ്റ് വൺ എന്നുള്ളതാണെങ്കിൽ. നെക്സ്റ്റ്, അവർ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ ഒരു കണക്ഷനിൽ നിന്നും എന്താണ് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് ഇത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഇനി എന്തെങ്കിലും എഫേർട്ട് എടുക്കുമോ റിയലിസ്റ്റിക് ആയിട്ട് എന്നുള്ള രീതിയിൽ. We have the High Priestess card, the Star card, again the 2 of Wands, the 9 of Wands, the Justice. Okay, the Chemistry card, the Release Your Ex. Is it safe for you to love എന്നുള്ള രീതിയിൽ. 1 minute guys. ഇവിടെ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് ഒരുപാട് നാൾ ആയി എന്നുള്ള ഒരു സാഹചര്യത്തിലാണെങ്കിൽ ആ ഒരു വ്യക്തി ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നുണ്ടാകാം, അതായത് ഒരുപാട് നാളായി എന്നുള്ളൊരു തോന്നിച്ചൊക്കെ നിങ്ങളുടെ മൈൻഡിലുണ്ടാകാം. അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരോട് നിങ്ങളൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിളിലാണ് അല്ലെങ്കിൽ ഫ്ലേർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ പേഴ്സൺ എങ്കിൽ വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കരുത് എന്നുള്ള രീതിയിലൊരു അഡ്വൈസും നിങ്ങൾക്ക് കാണിച്ച് തരുന്നുണ്ട്. മേ ബി ആ ഒരു പേഴ്സൺ വരുന്നുണ്ടാകും, ബട്ട് ദ ലൂപ്പ് കണ്ടിന്യൂസ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതായത് ആ ഒരു വ്യക്തി ഓക്കെ ആകുമ്പോൾ വീണ്ടും പോകാനുള്ള ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ഒരു ടോക്സിക് ആയിട്ടുള്ളൊരു സൈക്കിളിലാണ് നിങ്ങൾ എങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലേക്ക് കാണിക്കുന്നുണ്ട്. കുറച്ച് ആൾക്കാർക്ക് മാത്രമാണ് ഇത് കാണുന്ന. ഫോർ 10 ആൾക്കാരാണെങ്കിൽ ആ ഒരു 10ൽ ഒരു 3 ആൾക്കാർക്ക് മാത്രമാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, എത്ര തന്നെ അഡിക്ഷൻസ് ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് ടോക്സിക്കാണ്, നിങ്ങൾക്ക് അവിടെ നിങ്ങളായി നിൽക്കാൻ പറ്റുന്നില്ല. അതായത് ഒരുപാട് ഓവർ കൺട്രോളിങ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മാറണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അത് സ്വയം അവിടെ ചിലപ്പോൾ നിങ്ങൾ പറയും എനിക്കത് മൂവ് ഓൺ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സാഹചര്യമാണ് എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ട് ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളൊരു അഡ്വൈസാണ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് ആദ്യം നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കുമെങ്കിലും പിന്നെ നിങ്ങൾ ഓക്കെ ആകും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. എപ്പോഴും റോങ് ആയിട്ടുള്ള തെറ്റായ ഒരു തീരുമാനം എടുത്ത് വീണ്ടും വീണ്ടും ദുഃഖിക്കുന്ന ഒരു സാഹചര്യത്തിനേക്കാൾ എത്രയോ ബെറ്ററാണ്, നിങ്ങൾക്ക് നല്ലതല്ല എന്ന് തോന്നുന്ന ഇടങ്ങളിൽ നിന്നും ധൈര്യത്തോടെ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത്. ഓക്കെ,
ദെൻ ആ ഒരു പേഴ്സൻ്റെ ഒരു എനർജി പ്രകാരവും അല്ലെങ്കിൽ നിങ്ങളോടുള്ള ഈ ആ ഒരു വ്യക്തിയുടെ എനർജി പ്രകാരം ഈ ഒരു റിലേഷൻഷിപ്പ് ആ ഒരു വ്യക്തിയെ സംബന്ധിച്ചെന്ന് പറയുന്നത് ആ ഒരു വ്യക്തിക്ക് അറിയാം നിങ്ങളെന്ന് പറയുന്നത് ഭയങ്കര സംതിങ് ആ ഒരു വ്യക്തിക്ക് വിട്ട് കളയാൻ ആഗ്രഹിക്കാത്തൊരു തരത്തിലുള്ളൊരു റിലേഷൻഷിപ്പാണ്. കാരണം കീപ്പ് ചെയ്യണമെന്നുണ്ട്, പക്ഷേ ആ ഒരു രീതിയിലൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്ന ഒരു മൈൻഡിലാണ് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഓക്കെ, ഇവിടെ ടൈം കൊടുക്കാൻ ഒരുപാട് ആൾക്കാരോട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ്, നിങ്ങൾ ആഗ്രഹിച്ചൊരു ജസ്റ്റിസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നു എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. മേ ബി കുറേ ആൾക്കാർക്കൊരു ഉത്തരമായിട്ടായിരിക്കാം, കുറേ ആൾക്കാർക്കൊരു ക്ലാരിറ്റി എന്തുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു ക്ലാരിറ്റി ആയിരിക്കാം. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ചെന്ന് പറയുന്നത് ദ ന്യൂ പേഴ്സൺ, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ക്വാളിറ്റി ഉള്ള ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സൈക്കിൾ എൻഡപ്പായി പോയതിന് ശേഷം മാത്രമാണ് കാണിക്കുന്നത്. മേ ബി അപ്പോഴൊന്നും നിങ്ങൾ അല്ലെങ്കിൽ ഓപ്പൺ അപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ അത്രമേൽ ഇനി എനിക്ക് വേണ്ട എന്ന് പറയുന്ന ഒരു സാഹചര്യത്തിലാകാം എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. മേ ബി നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള ഒരു പരിഗണനയോ ഒരു സ്നേഹമോ കെയറോ ഒന്നും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് യൂണിവേഴ്സിൽ തരുന്ന ഏറ്റവും നല്ല ഗിഫ്റ്റ് എന്നുള്ള രീതിയിലാണ് ഞാൻ നേരത്തെ മെൻഷൻ ചെയ്തത്. 3% ആയിട്ടുള്ള ആൾക്കാർക്കുണ്ടല്ലോ. അപ്പോൾ ഇത് കാണുന്ന ഓരോ ആൾക്കാർക്കും അറിയാം അവരുടെ സിറ്റുവേഷൻസ് എന്താണെന്നുള്ളത്. ലെറ്റ്സ് ചെക്ക് ദാറ്റ് വൈസ് ഫോർ യു ഗൈസ്. സോ പ്ലീസ് ഗൈഡ് മീ. Magical blessings. Okay, whatever you are going through, you are being assisted in the magical fairy blessing. Okay, നിങ്ങൾ ഏത് സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ ഏഞ്ചൽസിൻ്റെ പ്രൊട്ടക്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിലേക്കാണ് കാണിക്കുന്നത്. ദ ഫെയറീസ് സേ യു ക്യാൻ ബ്ലെസ് അതേഴ്സ് ടു. ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് വഴി ഒരുപാട് ഹീലിംഗ് നടക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ ഇടയിലുള്ള ഒരു ഗ്യാപ്പ് വെച്ച് ഒരിക്കലും നിങ്ങൾ വിലയിരുത്തരുത്. പെർഫെക്റ്റ് ടൈമിംഗ് എന്നുള്ളൊരു കാർഡ് കാണിക്കുന്നുണ്ട്. അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ടൈമിൽ യൂണിവേഴ്സ് നിങ്ങളുടെ ഈ ഒരു ലവ് ലൈഫിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ ഡോർ ഓപ്പൺ ആയിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് ബ്ലെസ്സിങ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. ആ ഒരു പേഴ്സൺ വഴി നിങ്ങൾക്കുണ്ടായിരുന്ന മുറിവുകളൊക്കെ മാറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. കുറച്ച് ആൾക്കാരെ സംബന്ധിച്ച് ദ ന്യൂ പേഴ്സൺ എന്നുള്ള രീതിയിലാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് ന്യൂ പേഴ്സൻ്റെ ഒരു എൻട്രി കാണിക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ച് മേ ബി നിങ്ങൾ ഒരിക്കലും ഷുവർ അല്ലാത്ത ഒരു സമയത്തായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത്. സോ അങ്ങനെയുള്ള സമയത്ത് നിങ്ങളുടെ പാസ്റ്റിലുള്ള നടന്ന കാര്യങ്ങൾക്കുള്ള ഒരു ഹീലിംഗ് ആയിട്ടാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു മറുപടി ആയിട്ടാണ് ദ ജസ്റ്റിസ് നമ്മൾക്ക് നേരത്തെ ഒരിക്കൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ളൊരു മറുപടി എന്നുള്ള രീതിയിലാണ്, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൻ്റെ വരവ് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. സോ ഗൈസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ഇന്ന് കിട്ടിയ കാർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു റീഡിങ് കാണുന്നവരെ ബൈ.